ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് പുതിയൊരു UPI ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. നമ്മുടെ RBL ബാങ്കും ഇപ്പോൾ ആക്ച്വലി അവരുടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു UPI ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയും, എല്ലാ ബാങ്കുകളും ഇതേപോലെ തന്നെ നമുക്കൊരു UPI പ്രത്യേകിച്ച് ഫിസിക്കൽ കാർഡ് ഇല്ലാണ്ട് വെർച്വൽ കാർഡ് മാത്രമായിട്ട് കുറേ ബാങ്കുകൾ ഇപ്പോൾ നമുക്ക് UPI ക്രെഡിറ്റ് കാർഡ്സ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ അഡീഷനാണ് നമ്മുടെ RBL ബാങ്കിൻ്റെ UPI വാല ക്രെഡിറ്റ് കാർഡ് എന്നിട്ടാണ് ഇപ്പോൾ ഒരു പേര് ഇറക്കിക്കുന്നത്. ഇതൊരു ഫിസിക്കൽ കാർഡ് ഇല്ലാത്ത ഒരു UPI ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നമ്മുടെ സാധാരണ നിങ്ങൾ യെസ് ബാങ്കിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ എന്താ പറയുക, ബാക്കിയുള്ള UPI ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉണ്ടല്ലോ, HDFCയുടെ UPI ക്രെഡിറ്റ് കാർഡ്, അങ്ങനെ എല്ലാ ബാങ്കിനും ഉണ്ടായിരുന്നല്ലോ. അതേ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഇവർ ആക്ച്വലി RBL ബാങ്കും ഇറക്കിക്കുന്നത്. എന്ന് വെച്ചാൽ RBL ബാങ്ക് ഓൾറെഡി അവരുടെ എന്താ പറയുക ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡിൻ്റെയും അതുപോലെ തന്നെ IRCTC ഷോപ്പ്രൈറ്റ് ഇവരൊക്കെ അതിൻ്റെ റൂപേ വേരിയൻ്റ് ഇറങ്ങിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും, കാർഡ് റൂപേ വേരിയൻ്റ് ആണെങ്കിൽ നമുക്കത് UPIയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതൊരിക്കലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു UPI കാർഡ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു പുതിയ കാർഡ് ഇറക്കിയിട്ടുണ്ട്. എന്താ പറയുക, റൂപേ UPI ക്രെഡിറ്റ് കാർഡ്. അതിൻ്റെ പേര് വരുന്നത് UPI വാല ക്രെഡിറ്റ് കാർഡ് എന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ചാർജും സംഭവങ്ങളൊക്കെ വരുന്നത് 99 രൂപ പ്ലസ് GST ആണ്. 99 പ്ലസ് GST മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റിവാർഡ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ 1 റിവാർഡ് പോയിന്റ് പെർ 200 റുപ്പീസ് സ്പെൻഡ് ആണ് ഫോർ എലിജിബിൾ സ്പെൻസിൽ വരുന്നത്. പിന്നെ നമുക്കിതിൽ വെൽക്കം ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. 20% ക്യാഷ് ബാക്ക് അപ് ടു 50 റുപ്പീസ് ഓൺ ഫസ്റ്റ് 2 UPI ട്രാൻസാക്ഷൻ കേട്ടോ. അതായത് കാർഡ് ഇഷ്യൂ ചെയ്തതിന് ഒരു 15 ദിവസത്തിനിടയിലാണ് നമുക്ക് ഈ ഓഫർ കിട്ടുക കേട്ടോ. പിന്നെ നമുക്കിതിൽ കുറച്ച് എന്താ പറയുക, ഏതിനൊക്കെ പോയിന്റ്സ് ഇല്ല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോ റിവാർഡ് പോയിന്റ് ഷാൽ ബി അവാർഡഡ് ഓൺ RBL ബാങ്ക് UPI വാല ക്രെഡിറ്റ് കാർഡ് ഫോർ ട്രാൻസാക്ഷൻ മെയ്ഡ് ഓൺ ദ ഫോളോയിങ് കാറ്റഗറി. അതായത് ഈ പറയുന്ന കാറ്റഗറിക്കൊന്നും നമുക്ക് UPI ട്രാൻസാക്ഷന് നമുക്ക് റിവാർഡ് പോയിന്റ്സ് ഇല്ല കേട്ടോ. ഫ്യൂവൽ ആൻഡ് ഓട്ടോ ഫ്യൂവൽസിനില്ല, യൂട്ടിലിറ്റി ബിൽസിനില്ല, ഇൻഷുറൻസിനില്ല, ക്യാഷ് പേയ്മെൻറ്റ്സിനില്ല, റെയിൽവേ പേയ്മെൻറ്റ്സിനില്ല, റിയൽ എസ്റ്റേറ്റ്, റെൻ്റൽ എഡ്യൂക്കേഷൻസ്, വാലറ്റ് സർവീസിനില്ല, ഗവൺമെൻറ് സർവീസുകൾക്കില്ല, കോൺട്രാക്ട് സർവീസുകൾക്കില്ല, EMI എക്സ്പെൻസിനില്ല. ബാക്കിയുള്ള നോർമൽ പോലെ തന്നെ കേട്ടോ. ഓഫ്ലൈൻ UPI ട്രാൻസാക്ഷൻസ് ബിലോ 2000 മെയ്ഡ് അറ്റ് സ്മോൾ മെർച്ചൻറ്റ്സ് ഡിഫൈൻഡ് ആസ് ദോസ് വിത്ത് ആൻ ആനുവൽ ടേൺ ഓവർ ഓഫ്, അതായത് എന്താ പറയുക, ഇതിന് വേറൊരു കാറ്റഗറി കൂടി ഉണ്ട്. അതായത് 2000 രൂപയുടെ താഴെയുള്ള UPI ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, അതായത് നമുക്ക് സ്മോൾ മെർച്ചൻറ്റ്സ് നിങ്ങൾക്കറിയാം, നമുക്ക് സ്മോൾ മെർച്ചൻസുകളുണ്ട്, മീഡിയം മെർച്ചൻസുകളുണ്ട്, ബിഗ് മെർച്ചൻസ് ഉണ്ട്. അതായത് അവരുടെ ടേൺ ഓവർ അനുസരിച്ച്, അതായത് അവർ ITR ഫയൽ ചെയ്യുന്ന ടേൺ ഓവർ അനുസരിച്ച് ഇവരെ തരംതിരിച്ചിട്ടുണ്ട്. സ്മോൾ ബിസിനസ്, ബിഗ് ആണുണ്ടല്ലോ, അതേ സംഭവം. അതിൽ നമുക്ക് ഈ സ്മോൾ ബിസിനസ്സിൻ്റെ സ്മോൾ മെർച്ചൻസിൻ്റെ അടുത്ത് നമുക്ക് ഒരു 2000 രൂപയുടെ താഴെ ചെയ്യണ UPI എന്താ പറയുക ട്രാൻസാക്ഷൻസിനൊന്നും നമുക്ക് ഇതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള റിവാർഡ് പോയിന്റ്സിന് എലിജിബിൾ ആവില്ല. അത് ഇനി UPI ആകെ ലംബാവാൻ പോകണം. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടായിരിക്കും, ICICI ബാങ്ക് ഒക്കെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അവരിനി ചാർജ് പിടിക്കാൻ പോകും. ഓരോ UPI ട്രാൻസാക്ഷൻ നമ്മുടെ നെഫ്റ്റ് ഇല്ലേ, അതിന് ചാർജ് പിടിക്കില്ലേ, നെഫ്റ്റ് IMPSനൊക്കെ അതുപോലെ തന്നെ ചാർജ് പിടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ICICI ബാങ്ക് ഒക്കെ ആകെ അലമ്പായിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ പുതിയ എടുക്കുന്ന ബാങ്ക് അക്കൗണ്ട്സിന് ഇപ്പോൾ മിനിമം ബാലൻസ് 50,000 രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട്. 10,000 രൂപ സാധനം 50,000 രൂപയ്ക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ICICI ബാങ്ക് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ബാങ്കും തുടങ്ങും. ഏതെങ്കിലും ഒരു ബാങ്ക് തുടങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ ICICI ബാങ്കിനെ മാത്രം അഫക്ട് ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ ഇത് പ്രോബ്ലം എന്താ വെച്ചാൽ, ഓൾറെഡി പുതിയ എടുക്കാൻ പോകുന്ന അക്കൗണ്ടുകൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. ഓൾറെഡി പഴയ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഓൾറെഡി ഉള്ള മിനിമം ബാലൻസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിന് മരങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഓൾറെഡി പുതിയ ന്യൂസ് വന്നിട്ടുണ്ടെന്നു, അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ, ഇതിന് നമുക്ക് ലോ കോസ്റ്റ് UPI ഡെഡിക്കേറ്റഡ് ഓഫറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് നമുക്ക് ഫ്രീ ആയിട്ടുള്ള എയർപോർട്ട് ലോഞ്ചസ് അങ്ങനെ സംഭവമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നോർമൽ സാധാരണ പോലെ ബാക്കിയുള്ള ബാങ്കുകൾ ഇറക്കുന്ന പോലത്തെ അതേ ഒരു UPI ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് ഈ സംഭവം. പക്ഷേ 99 രൂപ പ്ലസ് GST ഉള്ളത് മാത്രം. ചാർജസ് ഭയങ്കര കുറവാണ് മാത്രം. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്കുള്ള ഈ നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും. EMI ട്രാൻസാക്ഷനും കിട്ടും, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കിട്ടും. നമുക്കിപ്പോൾ നിങ്ങൾക്ക് RBL ബാങ്കിൻ്റെ ഓഫേഴ്സും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും കിട്ടും. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് ആനുവൽ ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ലോ, നമുക്ക് നോർമലായിട്ട് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കാർഡുകൾ ഭയങ്കര കുറവാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര കുറവാണ്. അതും ഉള്ള കാർഡുകളൊക്കെ തന്നെ ലൈഫ് ടൈം ഫ്രീ അവർ നിർത്തിയിട്ട് ഇപ്പോൾ നോർമൽ ചാർജബിൾ കാർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു കാർഡ് വേണം, പക്ഷേ നിങ്ങൾക്ക് ആനുവലി ജോയിനിങ് ചാർജ് ഒന്നും വലിയ കാര്യമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഉള്ളൊരു സംഭവമാണ് UPI കാർഡ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് UPI എക്സ്പെൻസിന് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു സംഭവമാണ്. നമ്മുടെ പുതിയ ഈ അഡീഷൻ അതിലേക്ക് വരുന്നതാണ്. അതായത് RBL ബാങ്കിൻ്റെ UPI വാല ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഓൾറെഡി RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഓൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് UPI ഉപയോഗിക്കണമെന്ന് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ ഇഡിയോട്ട് കാർഡൊന്നും പറയാനില്ല, നോർമൽ ഒരു കാർഡെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ RBL ബാങ്കിൻ്റെ UPI ക്രെഡിറ്റ് കാർഡ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കൗണ്ടർ പോകുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് പഠിക്കാത്തവർ മറക്കണ്ട കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റർ പോകുന്നുണ്ട്. നമ്മുടെ സ്കാംസിൻ്റെ വീഡിയോസ് നമ്മൾ, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സ്കാമുകളെ കുറിച്ചും നമുക്ക് എങ്ങനെ സ്കാമുകളിൽ നിന്നും ഫ്രോഡ് ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
കാണാത്തോട് പോയി കണ്ടു നോക്കുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്ന് വെച്ചാൽ അത്ര അധികം കമൻസും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതെല്ലാം പോയി പെട്ട് കഴിഞ്ഞിട്ടും കാശൊക്കെ പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വെച്ചാൽ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, സൈബർ പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ എല്ലാം ഇതുപോലെ റെൻറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തോട് പോയി കണ്ടു നോക്കാം. നമ്മുടെ മെയിൻ ചാനൽ ഇട്ടേക്കുന്നത് ഗുഡ് ഹാപ്പൻസ് എന്ന ചാനലാട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.